പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 251 ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആര്? നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആര്? ഉത്തരം നടരാജഗുരു. നടരാജഗുരു. അടുത്ത ചോദ്യം, പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകിയത് ആര്? പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകിയത് ആര്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അടുത്ത ചോദ്യം, ബാലകലേശം രചിച്ചത് ആര്? ബാലകലേശം രചിച്ചത് ആര്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം, നിർവൃതി പഞ്ചകം രചിച്ചത് ആര്? നിർവൃതി പഞ്ചകം രചിച്ചത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. നിർവൃതി പഞ്ചകം രചിച്ചത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, നിഴൽ താങ്കൾ എന്നു പേരുള്ള ആരാധനാലയം സ്ഥാപിച്ചത് ആര്? നിഴൽ താങ്കൾ എന്നു പേരുള്ള ആരാധനാലയം സ്ഥാപിച്ചത് ആര്? ഉത്തരം അയ്യ വൈകുണ്ഠസ്വാമി. ഉത്തരം അയ്യ വൈകുണ്ഠസ്വാമി. അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം സി കേശവൻ. ഉത്തരം സി കേശവൻ. അടുത്ത ചോദ്യം, NSSനു നായർ ഭൃത്യ ജനസംഘം എന്ന ആദ്യ പേര് നിർദ്ദേശിച്ചത് ആര്? NSSന് നായർ ഭൃത്യ ജനസംഘം എന്ന ആദ്യകാലത്തുണ്ടായിരുന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം കെ കണ്ണൻ മേനോൻ. ഉത്തരം കെ കണ്ണൻ മേനോൻ. അടുത്ത ചോദ്യം, നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്? നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം കെ പരമപിള്ള. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമപിള്ള. അടുത്ത ചോദ്യം, നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു ആരാണ്? നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു ആരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു ആരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും പഠനം നടത്താൻ കുമാരനാശാന് സാമ്പത്തിക സഹായം നൽകിയത് ആര്? ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും പഠനം നടത്താൻ കുമാരനാശാന് സാമ്പത്തിക സഹായം നൽകിയത് ആര്? ഉത്തരം ഡോക്ടർ പൽപു. ഉത്തരം ഡോക്ടർ പൽപു. അടുത്ത ചോദ്യം, ഭഗവാൻ കാറൽ മാർക്സ് എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗവാൻ കാറൽ മാർക്സ് എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി കേശവൻ. സി കേശവൻ. അടുത്ത ചോദ്യം, പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? ഉത്തരം ആഗമാനന്ദൻ. ഉത്തരം ആഗമാനന്ദൻ. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDSൻ്റെ ആസ്ഥാനം എവിടെയാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDSൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഇരവിപേരൂർ. ഇരവിപേരൂർ. അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം ആയിരുന്നത്? നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത് കേരള കേസരി. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം പൊയ്കയിൽ അപ്പച്ചൻ. ഉത്തരം പൊയ്കയിൽ അപ്പച്ചൻ. അടുത്ത ചോദ്യം, ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം എന്ന കൃതി രചിച്ചത് ആര്? ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം കുമാരനാശാൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം
കറുകച്ചാൽ. അടുത്ത ചോദ്യം, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ. കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ. ശ്രീനാരായണ ഗുരു 1916 സന്ദർശിച്ച മഹാൻ ആരാണ്? ശ്രീനാരായണ ഗുരു 1916 സന്ദർശിച്ച മഹാൻ ആരാണ്? ഉത്തരം രമണ മഹർഷി. രമണ മഹർഷി. അടുത്ത ചോദ്യം, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ഉത്തരം ബോധാനന്ദ സ്വാമി. ഉത്തരം ബോധാനന്ദ സ്വാമി. ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗം വാർഷിക ആഘോഷം നടന്ന സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗം വാർഷിക ആഘോഷം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം പള്ളുരുത്തി. ഉത്തരം പള്ളുരുത്തി. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി എന്ന കൃതി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ചട്ടമ്പി സ്വാമികൾക്ക്. ചട്ടമ്പി സ്വാമികൾക്ക്. ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം എവിടെയാണ്? ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം എവിടെയാണ്? ഉത്തരം കളവങ്കോട്. കളവങ്കോട്. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? 1947 മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഉത്തരം മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ നിന്ന്? ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം മരുത്വാമല. മരുത്വാമല. അടുത്ത ചോദ്യം, അയ്യ വൈകുണ്ഠരുടെ ബാല്യകാല നാമം എന്താണ്? അയ്യ വൈകുണ്ഠസ്വാമിയുടെ ബാല്യകാല നാമം എന്താണ്? ഉത്തരം മുത്തുക്കുട്ടി. അയ്യ വൈകുണ്ഠസ്വാമിയുടെ ബാല്യകാല നാമം മുത്തുക്കുട്ടി. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ. അധ്യാത്മയുദ്ധം രചിച്ചത് ആരാണ്? അധ്യാത്മയുദ്ധം രചിച്ചത് ആരാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. അധ്യാത്മയുദ്ധം രചിച്ചത് വാഗ്ഭടാനന്ദൻ. മലബാർ കലാപം അടിസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? മലബാർ കലാപം അടിസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ദുരവസ്ഥ. മലബാർ കലാപം അടിസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ദുരവസ്ഥ. അടുത്ത ചോദ്യം, മലബാറിൽ കർഷക സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? മലബാറിൽ കർഷക സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം? ഉത്തരം തലശ്ശേരി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ചത് തലശ്ശേരി. ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെയാണ് ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം EMS. 1928 യുക്തിവാദി മാസികയുടെ പത്രാധിപരായത് ആരാണ്? 1928 യുക്തിവാദി മാസികയുടെ പത്രാധിപരായത് ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റായത് ആര്? 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റായത് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, അച്ചിപ്പുടവ സമരം നയിച്ചത് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം എവിടെയാണ്? അയ്യ വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം സ്വാമിത്തോപ്പ്. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941. മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവി എന്ന് വിളിച്ചത് ആര്? മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം സർദാർ കെ എം പണിക്കർ. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം മൗലവി. മാംസ നിബന്ധമല്ല രാഗം എന്ന് ഉദ്ഘോഷിക്കുന്ന കുമാരനാശാൻ്റെ രചന ഏതാണ്? മാംസ നിബന്ധമല്ല രാഗം എന്ന് ഉദ്ഘോഷിക്കുന്ന കുമാരനാശാൻ്റെ രചന ഏതാണ്? ഉത്തരം ലീല. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം? മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം 1906. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം 1906. മംഗളോദയത്തിൻ്റെ പ്രൂഫ് റീഡർ ആയിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? മംഗളോദയത്തിൻ്റെ പ്രൂഫ് റീഡർ ആയിരുന്ന നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. മംഗളോദയത്തിൻ്റെ പ്രൂഫ് റീഡർ ആയിരുന്ന നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം? മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ പെരുന്ന. ആനന്ദജാതി എന്ന ആശയം ആരുടേതാണ്? ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ചട്ടമ്പി സ്വാമി ഹഠയോഗ സ്വായത്തമാക്കിയത് ആരിൽ നിന്നാണ്? ചട്ടമ്പി സ്വാമികൾ ഹഠയോഗ സ്വായത്തമാക്കിയത് ആരിൽ നിന്നാണ്? ഉത്തരം തൈക്കാട് അയ്യ. ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? ഉത്തരം കുമാരനാശാൻ. ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? ഉത്തരം കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ആശയങ്ങളും പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ആശയങ്ങളും പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആരാണ്? ഉത്തരം നടരാജഗുരു. മന്നത്ത് പത്മനാഭനും R. ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഏതാണ്? മന്നത്ത് പത്മനാഭനും R. ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം ഹിന്ദു മഹാമണ്ഡലം. ആരുടെ വസതിയായിരുന്നു സാഹിത്യകുടീരം? ആരുടെ വസതിയായിരുന്നു സാഹിത്യകുടീരം? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ.
ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത്? ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത്? ഉത്തരം രമണ മഹർഷി. രമണ മഹർഷി. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് അന്തരിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് അന്തരിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്ക മൗലവി. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്ക മൗലവി. ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി? കുമാരനാശാൻ്റെ. ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി? കുമാരനാശാൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് ആര്? കെ. സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ. സുരേന്ദ്രൻ. കെ. സുരേന്ദ്രൻ. ഊഴിയവേലയ്ക്കെതിരെ സമരം നയിച്ചത് അയ്യ വൈകുണ്ഠസ്വാമികൾ. ഊഴിയവേലയ്ക്കെതിരെ സമരം നയിച്ചത് അയ്യ വൈകുണ്ഠസ്വാമി. ഉദ്യാന വിരുന്ന് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉദ്യാന വിരുന്ന് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. ഉദ്യാന വിരുന്ന് എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. എത്ര ദിവസം കൊണ്ടാണ് വി.ടി. ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തിയാക്കിയത്? 7 ദിവസം. എത്ര ദിവസം കൊണ്ടാണ് വി.ടി. ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തീകരിച്ചത്? 7 ദിവസം. എവിടെ നിന്നാണ് യാചനയാത്ര ആരംഭിച്ചത്? തൃശ്ശൂരിൽ നിന്ന്. എവിടെ നിന്നാണ് യാചനയാത്ര ആരംഭിച്ചത്? ഉത്തരം തൃശ്ശൂർ. ഏത് നാട്ടുരാജ്യത്തിൻ്റെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനം അനുഷ്ഠിച്ചിരുന്നത്? ഏത് നാട്ടുരാജ്യത്തിൻ്റെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനം അനുഷ്ഠിച്ചിരുന്നത്? ഉത്തരം മൈസൂർ. മൈസൂർ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യനാരാണ്? ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക്. ഏണസ്റ്റ് കിർക്ക്. ഏത് വർഷമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ യാചനയാത്ര? ഉത്തരം 1931. ഏത് വർഷമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ യാചനയാത്ര? ഉത്തരം 1931. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന മാസിക പുറത്തിറക്കിയത്? ഉത്തരം യോഗക്ഷേമ സഭ. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന മാസിക പുറത്തിറക്കിയത്? ഉത്തരം യോഗക്ഷേമ സഭ. ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഉത്തരം ഡോക്ടർ പൽപു. ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഉത്തരം ഡോക്ടർ പൽപു. ഏത് ഭാഷയിലാണ് ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? ഉത്തരം മലയാളം. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? ഉത്തരം മലയാളം. ഏത് സംഘടനയുടെ മുഖപത്രമാണ് സർവീസ്? ഏത് സംഘടനയുടെ മുഖപത്രമാണ് സർവീസ്? NSS നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമാണ് സർവീസ്. ഏത് തൊഴിലിലാണ് മന്നത്ത് പത്മനാഭൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്? അധ്യാപകൻ. അധ്യാപക വൃത്തിയിലാണ് മന്നത്ത് പത്മനാഭൻ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് T.K. മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? കാക്കിനഡ സമ്മേളനത്തിൽ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് T.K. മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? കാക്കിനഡ സമ്മേളനത്തിൽ. ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? SNDPയുടെ മുഖപത്രമാണ് യോഗനാഥം. SNDPയുടെ മുഖപത്രമാണ് യോഗനാഥം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം വരുത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം വരുത്തിയത് ആരാണ്?
നടരാജഗുരു. നടരാജഗുരു. വക്ക മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? വക്ക മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. വക്ക മൗലവിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ. ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന വിവാദ പ്രസ്താവന നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാണ് സി കേശവൻ. ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന വിവാദ പ്രസ്താവന നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് സി കേശവൻ. ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചാവറയച്ചൻ. ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചാവറയച്ചൻ. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. വിമോചന സമരകാലത്ത് ജീവശിഖ ജാഥ നയിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. വിമോചന സമരകാലത്ത് ജീവശിഖ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് പൊയ്കയിൽ അപ്പച്ചൻ. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് പൊയ്കയിൽ അപ്പച്ചൻ. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമി. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത് സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത് സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘം പേരുമാറ്റി പുലയ മഹാസഭ ആയത് 1938. സാധുജന പരിപാലന സംഘം പേരുമാറ്റി പുലയ മഹാസഭ ആയത് 1938. കേരളത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപിക. കേരളത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപിക. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ആരാണ്? ഉത്തരം ആനന്ദതീർത്ഥൻ. ആനന്ദതീർത്ഥൻ. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖ യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖ യാത്ര ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്ന്. തലശ്ശേരിയിൽ നിന്ന്. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭാവെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭാവെ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ. സ്വാമി വിവേകാനന്ദന് കേരള സന്ദർശന വേളയിൽ ചിന്മുദ്രയെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ആരാണ്? സ്വാമി വിവേകാനന്ദന് കേരള സന്ദർശന വേളയിൽ ചിന്മുദ്രയെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ആരാണ്? ഉത്തരം ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികൾ. സ്വാതന്ത്ര്യഗാഥ രചിച്ചത് ആര്? കുമാരനാശാൻ. സ്വാതന്ത്ര്യഗാഥ രചിച്ചത് ആര്? കുമാരനാശാൻ. ചട്ടമ്പിസ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സങ്കല്പം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ചട്ടമ്പിസ്വാമികളുടെ നിര്യാണത്തിന് അനുശോചിച്ചുകൊണ്ട് സമാധി സങ്കല്പം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മ. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മ. സാധുജന പരിപാലന സംഘം രൂപീകരിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായത് SNDP യോഗം. സാധുജന പരിപാലന സംഘം രൂപീകരിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായത് SNDP യോഗം. ചട്ടമ്പിസ്വാമികളുടെ ചെറുപ്പത്തിലെ ഓമനപ്പേര് കുഞ്ഞൻ. ചട്ടമ്പിസ്വാമികളുടെ ചെറുപ്പത്തിലെ ഓമനപ്പേര് കുഞ്ഞൻ. ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്?
മാന്നാനം. ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം മാന്നാനം. ജയിൽ മോചിതനായ സി കേശവനെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് കെ സി മാമൻ മാപ്പിള. ജയിൽ മോചിതനായ സി കേശവനെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് കെ സി മാമൻ മാപ്പിള. ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരു. ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരു. പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളി. പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളി. ടാഗോറിൻ്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശാൻ രചിച്ച ദിവ്യകോകിലം ആലപിച്ചത് ആരാണ്? ഉത്തരം സി കേശവൻ. ടാഗോറിൻ്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശാൻ രചിച്ച ദിവ്യകോകിലം എന്ന കവിത ആലപിച്ചത് സി കേശവൻ. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശം നൽകിയത് മഹാത്മാഗാന്ധി. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശം നൽകിയത് മഹാത്മാഗാന്ധി. തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിരുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യാഗുരു. തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിരുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യാഗുരു. 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്ന മറ്റൊരു പേര്. 90-ാം ആണ്ട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ച നവോത്ഥാന നായകൻ പൊയ്കയിൽ അപ്പച്ചൻ. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ച നവോത്ഥാന നായകൻ പൊയ്കയിൽ അപ്പച്ചൻ. കോഴിക്കോട് പ്രീതിഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. കോഴിക്കോട് പ്രീതിഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. കോഴഞ്ചേരി പ്രസംഗ കേസിൽ സി കേശവന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ടി എം വർഗീസ്. കോഴഞ്ചേരി പ്രസംഗ കേസിൽ സി കേശവന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ടി എം വർഗീസ്. തൈക്കാട് അയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. തൈക്കാട് അയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. തിരുക്കൊച്ചിയിൽ മന്ത്രിയായ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. തിരുക്കൊച്ചിയിൽ മന്ത്രിയായ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. പെരിനാട് ലഹള നടന്ന വർഷം 1915. പെരിനാട് ലഹള നടന്ന വർഷം 1915. തൈക്കാട് അയ്യ ജനിച്ച സ്ഥലം തമിഴ്നാട്ടിലെ നഗലാപുരം. തൈക്കാട് അയ്യ ജനിച്ച സ്ഥലം തമിഴ്നാട്ടിലെ നഗലാപുരം. കുമാരനാശാൻ ജനിച്ച വർഷം 1873. കുമാരനാശാൻ ജനിച്ച വർഷം 1873. തൈക്കാട് അയ്യാസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശിവൻ. തൈക്കാട് അയ്യാസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശിവൻ. തുവയൽ പന്തി സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠസ്വാമി. തുവയൽ പന്തി സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠസ്വാമി. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാരഗ്രാഹി എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാരഗ്രാഹി എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം ഡിസംബർ. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം ഡിസംബർ. കുമാരനാശാൻ ഏത് വർഷമാണ് SNDP യോഗം പ്രസിഡന്റ് ആകുന്നത്? 1923. കുമാരനാശാൻ ഏത് വർഷമാണ് SNDP യോഗം പ്രസിഡന്റ് ആകുന്നത്? 1923. തൻ്റെ ദേവനും ദേവിയും സംഘടന തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. തൻ്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് 1913
10 സെപ്റ്റംബർ 26. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26. തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പട്ടം താണുപിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. 1936 നവംബർ 12. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത് ആനി മൈ സ്ക്രീൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത് ആനി മൈ സ്ക്രീൻ. കേരളത്തിൽ നിന്നും പാർലമെൻറ്റിൽ എത്തിയ ആദ്യ വനിത ആനി മൈ സ്ക്രീൻ. കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലെത്തിയ ആദ്യ വനിത ആനി മൈ സ്ക്രീൻ. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ശ്രീനാരായണ ഗുരു. ജനന മരണ ദിവസങ്ങൾ പൊതു അവധിയായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ശ്രീനാരായണ ഗുരു. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്ററായിരുന്നു എം ഗോവിന്ദൻ. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ എം ഗോവിന്ദൻ. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായ 1903 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായ 1903 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ശ്രീനാരായണ ഗുരു. തിരുക്കൊച്ചി നിയമസഭയുടെ ആദ്യ അധ്യക്ഷൻ TM വർഗീസ്. തിരുക്കൊച്ചി നിയമസഭയുടെ ആദ്യ അധ്യക്ഷൻ TM വർഗീസ്. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാ അംഗം മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാ അംഗം മേരി പുന്നൻ ലൂക്കോസ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്ക മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്ക മൗലവി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. കവിതിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത് കൊച്ചി രാജാവ്. കവിതിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത് കൊച്ചി രാജാവ്. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയ വർഷം 1922. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയ വർഷം 1922. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയ വർഷം 1922. കുമാരനാശാൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഖണ്ഡകാവ്യം വീണപ്പൂവ്. കുമാരനാശാൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഖണ്ഡകാവ്യം വീണപ്പൂവ്. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ എഡിറ്ററായി ചാർജ് എടുത്ത വർഷം 1906. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ എഡിറ്ററായി ചാർജ് എടുത്ത വർഷം 1906. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഡിറ്ററായി പദവി അലങ്കരിച്ച മറ്റ് പത്രങ്ങൾ ദർപ്പണം, കേരള പഞ്ചിക, മലയാളി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് ഗാന്ധിജി അഭിസംബോധന ചെയ്ത വർഷം 1936. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ രചയിതാവ് ബോധേശ്വരൻ. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം 1928. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം 1928. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം. ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം. ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം. ക്ഷേത്രപ്രവേശന വിളംബരം. യാചനായാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാട്. യാചനായാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാട്. വരിക വരിക സഹചരെ സഹന സമരസമയമായി എന്ന കവിത രചിച്ചത്
അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന കവിത രചിച്ചത് അംശി നാരായണപിള്ള. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ആര്? ശ്രീനാരായണ ഗുരു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? വി ടി ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? വി ടി ഭട്ടതിരിപ്പാട്. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രകടന പത്രികയായി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രകടന പത്രികയായി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു അംഗമാക്കപ്പെട്ട ആദ്യത്തെ അധസ്ഥിത സമുദായ അംഗം അയ്യങ്കാളി. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കപ്പെട്ട ആദ്യത്തെ അധസ്ഥിത സമുദായ അംഗം അയ്യങ്കാളി. 1917 ചേറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. 1917 ചേറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. കൊല്ലത്ത് 1915 ടി കെ മാധവൻ ആരംഭിച്ച പത്രം ദേശാഭിമാനി. കൊല്ലത്ത് 1915 ടി കെ മാധവൻ ആരംഭിച്ച പത്രം ദേശാഭിമാനി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കരെ. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ച വർഷം 1909. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ച വർഷം 1909. നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. സാധുജന പരിപാലനയുടെ പത്രാധിപർ ചെമ്പുന്തറ കാളിച്ചോതിക്കറുപ്പൻ. സാധുജന പരിപാലനയുടെ പത്രാധിപർ ചെമ്പുന്തറ കാളിച്ചോതിക്കറുപ്പൻ. പിരനാട് ലഹള നടന്ന ജില്ല ഏതാണ്? കൊല്ലം. പിരനാട് ലഹള നടന്ന ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആര്? സരോജിനി നായിഡു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഈഴവ ബിരുദധാരി ഡോക്ടർ പൽപുവിൻ്റെ ജ്യേഷ്ഠനായ വേലായുധനായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഈഴവ ബിരുദധാരി ഡോക്ടർ പൽപുവിൻ്റെ ജ്യേഷ്ഠനായ വേലായുധൻ. ഈഴവ മെമ്മോറിയലിൽ എത്ര പേരാണ് ഒപ്പിട്ടത്? 13,176. ഈഴവ മെമ്മോറിയലിൽ എത്ര പേരാണ് ഒപ്പിട്ടത്? 13,176. ശ്രീനാരായണ ഗുരുവിനെ ഏത് മഹാനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്നാണ് ഡോക്ടർ പൽപു വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? സ്വാമി വിവേകാനന്ദൻ. ശ്രീനാരായണ ഗുരുവിനെ ഏത് മഹാനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്നാണ് ഡോക്ടർ പൽപു വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ഉത്തരം മൈസൂർ ദിവാൻ്റെ വസതിയിൽ വെച്ച്. മൈസൂർ ദിവാൻ്റെ വസതിയിൽ വെച്ച്. ആശയഗംഭീരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് കുമാരനാശാൻ. ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച കവിയാണ് കുമാരനാശാൻ. ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച കവിയാണ് കുമാരനാശാൻ. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കൃതി പ്രരോദനം.
AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കൃതി. പ്രരോദനം. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത് ഡോക്ടർ പൽപ്പു. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത് ഡോക്ടർ പൽപ്പു. പണ്ഡിറ്റ് കറുപ്പൻ്റെ അപരനാമം കേരള ലിങ്കൺ. പണ്ഡിറ്റ് കറുപ്പൻ്റെ അപരനാമം കേരള ലിങ്കൺ. മാഹിയുടെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ മയ്യഴി മഹാജനസഭയുടെ നേതാവ് CE ഭരതൻ. മാഹിയുടെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ മയ്യഴി മഹാജനസഭയുടെ നേതാവ് CE ഭരതൻ. ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആരാണ്? K. കേളപ്പൻ. ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് K. കേളപ്പൻ. രഹസ്യമായി ഡോക്ടർ വിഷം കുത്തിവെച്ച് ജർമ്മനിയിൽ വെച്ച് കൊലപ്പെടുത്തിയ മലയാളിയായ വിപ്ലവകാരി ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. രഹസ്യമായി ഡോക്ടർമാർ വിഷം കുത്തിവെച്ച് ജർമ്മനിയിൽ വെച്ച് കൊലപ്പെടുത്തിയ മലയാളിയായ വിപ്ലവകാരി ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ ഒരു പെൺകുട്ടി തൻ്റെ ആഭരണങ്ങളെല്ലാം സംഭാവന നൽകി. ആ ബാലികയുടെ പേര് കൗമുദി. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ ഒരു പെൺകുട്ടി തൻ്റെ ആഭരണങ്ങളെല്ലാം സംഭാവന നൽകി. ആ ബാലികയുടെ പേര് കൗമുദി. മഹാറാണി സേതുലക്ഷ്മി ഭായിക്ക് സമർപ്പിക്കാനുള്ള നിവേദനവുമായി വൈക്കത്ത് നിന്നും 1924 നവംബർ 1 പുറപ്പെട്ട ജാഥയെ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. മഹാറാണി സേതുലക്ഷ്മി ഭായിക്ക് സമർപ്പിക്കാനുള്ള നിവേദനവുമായി വൈക്കത്ത് നിന്നും 1924 നവംബർ 1 പുറപ്പെട്ട ജാഥയെ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടിപ്പിച്ച കടയ്ക്കൽ സമരത്തിൻ്റെ നേതാവ് ചന്ദ്രൻ കാളിയമ്പി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടിപ്പിച്ച കടയ്ക്കൽ സമരത്തിൻ്റെ നേതാവ് ചന്ദ്രൻ കാളിയമ്പി. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. മഹാറാണി സേതുലക്ഷ്മി ഭായിയോട് മൃഗബലി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട വ്യക്തി ചട്ടമ്പി സ്വാമികൾ. മഹാറാണി സേതുലക്ഷ്മി ഭായിയോട് മൃഗബലി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട വ്യക്തി ചട്ടമ്പി സ്വാമികൾ. 1928 യുക്തിവാദി എന്ന മാസിക തുടങ്ങിയത് സഹോദരൻ അയ്യപ്പൻ. 1928 യുക്തിവാദി എന്ന മാസിക തുടങ്ങിയത് സഹോദരൻ അയ്യപ്പൻ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? യോഗക്ഷേമ സഭ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ഉത്തരം യോഗക്ഷേമ സഭ. അയ്യങ്കാളിയും സദാനന്ദ സ്വാമിയും ചേർന്ന് രൂപീകരിച്ച സംഘടന ബ്രഹ്മനിഷ്ഠ മഠം സംഘം. അയ്യങ്കാളിയും സദാനന്ദ സ്വാമിയും ചേർന്ന് രൂപീകരിച്ച സംഘടന ബ്രഹ്മനിഷ്ഠ മഠം സംഘം. കൊച്ചി പുലയസഭ ആരംഭിച്ച വർഷം 1913. കൊച്ചി പുലയസഭ ആരംഭിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു ജനിച്ച വീടിൻ്റെ പേര് വയൽവാരത്ത് വീട്. ശ്രീനാരായണ ഗുരു ജനിച്ച വീടിൻ്റെ പേര് വയൽവാരത്ത് വീട്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടിയതിനു ശേഷം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രസ്ഥാപനം മുസ്ലിം പ്രിന്റിംഗ് ഹൗസ്. സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടിയതിനു ശേഷം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രസ്ഥാപനം മുസ്ലിം പ്രിന്റിംഗ് ഹൗസ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന സാമൂഹിക നാടകത്തിൻ്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന സാമൂഹിക നാടകത്തിൻ്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം വാവോട്ട് യോഗം. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം വാവോട്ട് യോഗം. ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം 1934.
ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം 1934. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടവീശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടവീശ്വരം. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ സ്ഥലം അണിയൂർ ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ സ്ഥലം അണിയൂർ ക്ഷേത്രം. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിലവ മാറ്റുമതുകളീ നിങ്ങളെത്താൻ ആരുടെ കവിതയാണ്? കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിലവ മാറ്റുമതുകളീ നിങ്ങളെത്താൻ എന്നത് ആരുടെ കവിതയാണ്? കുമാരനാശാൻ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ ഐക്യം വിഭാവനം ചെയ്തുകൊണ്ട് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ ഐക്യം വിഭാവനം ചെയ്തുകൊണ്ട് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു രണ്ടാം തവണ ശ്രീലങ്ക സന്ദർശിച്ചത്? ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു രണ്ടാം തവണ ശ്രീലങ്ക സന്ദർശിച്ചത്? 1926. 1926. കുമ്പളത്തെ സന്മാർഗ പ്രദീപ സഭയ്ക്ക് രക്ഷാധികാരിയായിരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. കുമ്പളത്തെ സന്മാർഗ പ്രദീപ സഭയ്ക്ക് രക്ഷാധികാരിയായിരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. പന്മന ആശ്രമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചട്ടമ്പി സ്വാമികൾ. പന്മന ആശ്രമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ഓരോ പള്ളിക്കുമൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാവറയച്ചൻ. ഓരോ പള്ളിക്കുമൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാവറയച്ചൻ. ഇംഗ്ലീഷുകാരുടെ ഭരണത്തെ വെണ്ണീചനെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ അനന്തപുരിയിലെ നീചനെന്നും വിശേഷിപ്പിച്ചത് അയ്യാ വൈകുണ്ഠസ്വാമി. ഇംഗ്ലീഷുകാരുടെ ഭരണത്തെ വെണ്ണീചനെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ അനന്തപുരിയിലെ നീചനെന്നും വിശേഷിപ്പിച്ചത് അയ്യാ വൈകുണ്ഠസ്വാമി. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് വീണപ്പൂവ്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് വീണപ്പൂവ്. പ്രകടമായ ബുദ്ധമത സ്വാധീനം പുലർത്തിയ മലയാള കവിയാണ് കുമാരനാശാൻ. പ്രകടമായ ബുദ്ധമത സ്വാധീനം പുലർത്തിയ മലയാള കവി കുമാരനാശാൻ. അവർണ സമുദായങ്ങളുടെ ഉന്നമനത്തിനായി അക്കൂട്ടത്തിൽ തന്നെയുള്ള ആത്മീയ പരിവേഷമുള്ള ഒരാളെ മുൻനിർത്തി പ്രവർത്തിക്കാൻ ഡോക്ടർ പൽപ്പുവിനെ ഉപദേശിച്ചത് സ്വാമി വിവേകാനന്ദൻ. അവർണ സമുദായങ്ങളുടെ ഉന്നമനത്തിനായി അക്കൂട്ടത്തിൽ തന്നെയുള്ള ആത്മീയ പരിവേഷമുള്ള ഒരാളെ മുൻനിർത്തി പ്രവർത്തിക്കാൻ ഡോക്ടർ പൽപ്പുവിനെ ഉപദേശിച്ചത് സ്വാമി വിവേകാനന്ദൻ. ശ്രീ ഭട്ടാരകൻ എന്ന് അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആശ്രയം ശ്രീനാരായണ ഗുരു അംഗീകരിച്ച വർഷം 1928. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആശയം ശ്രീനാരായണ ഗുരു അംഗീകരിച്ച വർഷം 1928. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജി, ടാഗോർ തുടങ്ങിയ സമുന്നത വ്യക്തികളുടെ അഭ്യർത്ഥന നിരസിച്ച ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരിപ്പാട്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജി, ടാഗോർ തുടങ്ങിയ സമുന്നത വ്യക്തികളുടെ അഭ്യർത്ഥന നിരസിച്ച ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരിപ്പാട്. ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനം ശിവഗിരി. ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനം ശിവഗിരി. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പൂർവികരാണ് ടിപ്പുവിൻ്റെ മലബാർ ആക്രമണ സമയത്ത് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയത്? ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പൂർവികരാണ് ടിപ്പുവിൻ്റെ മലബാർ ആക്രമണ സമയത്ത് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയത്? തൈക്കാട് അയ്യാഗുരുവിൻ്റെ. തൈക്കാട് അയ്യാഗുരുവിൻ്റെ.
വർക്കല കുന്നിന് ശിവഗിരി എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരു. വർക്കല കുന്നിന് ശിവഗിരി എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്തത് 1928. ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്ത വർഷം 1928. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവി. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിന്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിന്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് ഉദ്ഘോഷിച്ച മലയാള കവി കുമാരനാശാൻ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് ഉദ്ഘോഷിച്ച മലയാള കവി കുമാരനാശാൻ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് ഉദ്ഘോഷിച്ച മലയാള കവി കുമാരനാശാൻ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയത് എവിടെ വെച്ചാണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയത് എവിടെ വെച്ചാണ്? ആലുവയിലെ സർവമത സമ്മേളനത്തിൽ വെച്ച്. ആലുവയിലെ സർവമത സമ്മേളനത്തിൽ വെച്ച്. ശിവഗിരി തീർത്ഥാടനം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തി. ശിവഗിരി തീർത്ഥാടനം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്ന വ്യക്തി മുല്ലൂർ എസ് പത്മനാഭ പണിക്കർ. ശിവഗിരി തീർത്ഥാടനം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്ന വ്യക്തി മുല്ലൂർ എസ് പത്മനാഭ പണിക്കർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ റാവു സാഹിബ് ബഹുമതി നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ. ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് ബഹുമതി നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. കുമാരനാശാൻ മുങ്ങിമരിക്കാനിടയാക്കിയ ബോട്ടിൻ്റെ പേര് റെഡീമർ. കുമാരനാശാൻ മുങ്ങിമരിക്കാനിടയാക്കിയ ബോട്ടിൻ്റെ പേര് റെഡീമർ. അധസ്ഥിതർക്കായി അയ്യങ്കാളി 1904 വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണ്? അധസ്ഥിതർക്കായി അയ്യങ്കാളി 1904 വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം വെങ്ങാനൂർ. വെങ്ങാനൂർ. 1898 ആരുടെ ശ്രമഫലമായാണ് കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ശാഖ ആരംഭിച്ചത്? 1898 ആരുടെ ശ്രമഫലമായാണ് കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ശാഖ ആരംഭിച്ചത്? ഉത്തരം അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ. തീയരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രസിദ്ധീകരണമാണ് മിതവാദി. തീയരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രസിദ്ധീകരണമാണ് മിതവാദി. തിരുവിതാംകൂറിൽ പറയ സമുദായത്തിൻ്റെ ക്ഷേമത്തിനായി 1912 ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് കാവാരിക്കുളം കണ്ടൻകുമാരൻ. തിരുവിതാംകൂറിൽ പറയ സമുദായത്തിൻ്റെ ക്ഷേമത്തിനായി 1912 ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് കാവാരിക്കുളം കണ്ടൻകുമാരൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് എന്തിനെ മാതൃകയാക്കിയാണ്? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് എന്തിനെ മാതൃകയാക്കിയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ. സിംഹള സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി സി കേശവൻ. സിംഹള സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി സി കേശവൻ. 1916 ചെറിയഴീക്കലിൽ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ഡോക്ടർ വേലുക്കുട്ടി അരയൻ. 1916 ചെറിയഴീക്കലിൽ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ഹരിജന വിദ്യാർത്ഥികൾക്കായി ശബരി ആശ്രമം സ്ഥാപിച്ചത് ആര്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഹരിജന വിദ്യാർത്ഥികൾക്കായി ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ.
പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. പണ്ഡിറ്റ് കറുപ്പൻ ഏത് രോഗബാധിതനായാണ് മരണത്തിന് കീഴടങ്ങിയത്? പണ്ഡിറ്റ് കറുപ്പൻ ഏത് രോഗബാധിതനായാണ് മരണത്തിന് കീഴടങ്ങിയത്? ഉത്തരം പ്ലൂറിസി. 1934 കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ ആരുടെ നേതൃത്വത്തിലാണ് മാവേലിക്കരയിൽ സ്വീകരിച്ചത്? 1934 കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ ആരുടെ നേതൃത്വത്തിലാണ് മാവേലിക്കരയിൽ സ്വീകരിച്ചത്? ഉത്തരം ശുഭാനന്ദ ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ. തൃശ്ശൂരിൽ ജവഹർ ബാലഭവൻ രൂപം കൊണ്ടത് ആരുടെ ശ്രമഫലമായാണ്? തൃശ്ശൂരിൽ ജവഹർ ബാലഭവൻ കൊണ്ടുവന്നത് ആരുടെ ശ്രമഫലമായാണ്? ഉത്തരം കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഏത് രാജാവിൻ്റെ കാലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തിയത്? ശ്രീമൂലം തിരുനാളിൻ്റെ സമയത്ത്. ഏതു രാജാവിൻ്റെ കാലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തിയത്? ശ്രീമൂലം തിരുനാൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി പി കൃഷ്ണപിള്ള. 1891 മലയാളി മെമ്മോറിയലിനു നേതൃത്വം നൽകിയത് KP ശങ്കരമേനോൻ. 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് KP ശങ്കരമേനോൻ. ഈഴോ മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിന്. ഈഴോ മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്? ശ്രീമൂലം തിരുനാളിന്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം മിതവാദിയിൽ എഴുതിയത് ആരാണ്? സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം മിതവാദിയിൽ എഴുതിയത് സി കൃഷ്ണൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. രാഷ്ട്രപിതാവിനെ കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമായ മോഹൻദാസ് ഗാന്ധി രചിച്ചത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. രാഷ്ട്രപിതാവിനെ കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമായ മോഹൻദാസ് ഗാന്ധി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പൊന്നാനിയിൽ നിന്നും ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് മൊയ്തു മൗലവി. സഹോദരൻ അയ്യപ്പൻ SNDP യോഗം പ്രസിഡന്റ് ആയത് 1938. സഹോദരൻ അയ്യപ്പൻ SNDP യോഗം പ്രസിഡന്റ് ആയത് 1938. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയ വർഷം 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയ വർഷം 1929. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാട്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാട്. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ.